നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത്. ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കേൾക്കൂ, കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. എന്റെ വിഷമം ഞാൻ തീർക്കട്ടെ. ഈ ലോകത്തുള്ള മുക്കാല് സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നം ഞാൻ പറയട്ടെ. രാവിലെ കണ്ണ് തുറന്നിരുന്നിട്ട് അടുക്കളയിലേക്ക് വന്നൊരു 3-4 മണിക്കൂർ തകർത്ത് നിന്നങ്ങ് പാചകമായിരിക്കും. പാചകവും ക്ലീനിങ്ങും എല്ലാം കൂടെ കഴിയുമ്പോഴല്ല, അതിന് മുന്നേ തന്നെ നമുക്ക് തോന്നുന്ന ഒരു അസ്വസ്ഥത എന്താണെന്നറിയാമോ? ഈ നടുവിന്റെ ഈ ഭാഗത്ത് നിന്നിട്ടായിട്ട് പറഞ്ഞു പോവാ. ആരെങ്കിലും ഉണ്ടായിരുന്നു ഒന്ന് താങ്ങി പിടിച്ചോണ്ട് നടക്കായിരുന്നു. ആ ഒരവസ്ഥയാ. നിങ്ങൾക്കത് തോന്നാറുണ്ടോ? എനിക്കുണ്ട്. എനിക്ക് ഇച്ചിരി നേരം ഒന്ന് കിടക്കാതെ പിന്നെ എന്നെ ഒരു കാശിന് കൊള്ളത്തില്ല. ഞാൻ കുളിച്ചില്ലേലും വേണ്ടില്ല, എനിക്ക് വയ്യ. ഞാൻ അല്ലേ എവിടെയെങ്കിലും വീഴും. ആ ഒരു അവസ്ഥയാ നമുക്ക്. എന്താ നമുക്കൊക്കെ ഇങ്ങനെ? അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ചു നേരം ഒന്ന് കുനിഞ്ഞിരുന്ന് പഠിപ്പിച്ചു കഴിയുമ്പോൾ പെടലിക്ക് ഒരു താങ്ങ് കൊടുക്കാതെ പിന്നെ ഒരു രക്ഷയില്ല. കൈ കൊണ്ട് താങ്ങുന്നു, പെടലിൽ ഇവിടെ വീങ്ങുന്നു, ഇവിടെ വീങ്ങുന്നു, ഇവിടെ വീങ്ങുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാ നമുക്ക്. ഇതൊക്കെ പറഞ്ഞാ നമ്മുടെ വീട്ടിലെ ചേട്ടന്മാര് കേക്കുവോ? അവര് പറയും, ലോകത്ത് നീയേ പ്രസവിച്ചിട്ടുള്ളൂ, നിനക്ക് മാത്രമേ ഉള്ളു പണി. 2 പേർക്ക് വെച്ചുണ്ടാക്കുന്നതിനാണോ നീ ഇത്ര കഥ പറയുന്നേന്ന്? ഈ 2 പേർക്കോ ഒരാൾക്കോ വെക്കുക, ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിനോളം വലിയ പണി വേറെ ഇല്ല. ഒരു 10 ദിവസം നമ്മുടെ ചേട്ടന്മാരെ പിടിച്ച് അടുക്കളയിലോട്ട് നിർത്തിക്ക്, അല്ലെ ഈ വീട്ടിലെ പണികളൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞേ, ചെയ്യത്തില്ല. 5 മിനിറ്റ് അതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള നമ്മുടെ മക്കളെ ഒന്ന് ഏൽപ്പിച്ചു നോക്കിയേ, ചേട്ടാ ഒന്ന് നോക്കിക്കോളൂ, ഒരു 5 മിനിറ്റ് ഞാൻ അവിടോട്ടൊന്ന് പോയിട്ട് വരട്ടെ, ബാത്റൂമിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ. പറ്റത്തില്ല. 5 മിനിറ്റ് കഴിയുമ്പോ ഡോറെ വന്ന് മുട്ടാൻ തുടങ്ങും. ഡേ, കഴിഞ്ഞോ? ഇറങ്ങാറായോ? കുഞ്ഞിനെ നോക്ക്, അവൾക്ക് അപ്പീരണം, അവൾക്ക് ചൂച്ച വെക്കണം, അവൾക്ക് കുളിക്കണം, അവൾ നിന്നെ തിരിക്കുന്നു. എനിക്ക് വയ്യ, അയ്യോ കിടക്കട്ടെ. ഇതാണ് നമ്മുടെ ചേട്ടന്മാരുടെ അവസ്ഥ. നമുക്ക് എവിടെങ്കിലും അത്യാവശ്യമായിട്ടൊന്ന് പോണോന്ന് വെച്ചോ, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്ന് എടുത്ത് ഉണത്ത് വെച്ചും വിളിച്ചു പറിച്ചും കൊണ്ടുപോകുന്നതിന് പകരം ചേട്ടാ ഒന്ന് നോക്കുവോ, ആള് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിക്കാന്ന് വെച്ചാൽ നടക്കുവോ? എന്നെ കൊണ്ട് പറ്റത്തില്ല കുഞ്ഞിനെ നോക്കാൻ, നീ കൊണ്ടുപോക്കോ. എന്നാ ഇനി ചേട്ടന്മാർക്ക് എവിടെങ്കിലും പോകണം. മകളെ, ഞാൻ ഇന്ന് പോയിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞ ചേട്ടാ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും. വേണേ കുഞ്ഞ് വാശി പിടിച്ച് കരയാ, അച്ഛൻ ഞാനും വരുന്നച്ചാ, ഞാനും വരുന്നച്ചാ. നോ, അച്ഛൻ പോയിട്ട് വരാം. അച്ഛൻ ഇങ്ങനെ രാജാവിനെ പോലെ യാത്ര ചെയ്യാനാ ഇഷ്ടം. കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞാലേ അച്ഛന് പറ്റത്തില്ല. അച്ഛൻ പറയും, എനിക്കിനി പോകുന്നിടത്തെല്ലാം കുഞ്ഞിനെ വലിച്ചുകൊണ്ട് പോകണമെന്ന്. അവർക്ക് വണ്ടിയെ പോകാം. നമ്മൾ ചിലപ്പോ നടന്നോ അല്ലെങ്കിൽ ബസ്സിലോ അല്ലെ വണ്ടി വിളിച്ചോ ആയിരിക്കും പോകുന്നത്, അല്ലെ നമ്മുടെ വണ്ടിയിലാന്ന് വെച്ചോ. എങ്കിലും നമ്മൾ ആ ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് ഈ പിള്ളേരെ എടുത്തോണ്ട് പോകും. കുഞ്ഞുങ്ങളെ എടുത്തു പിടിച്ചുകൊണ്ട് കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ നമ്മളുടെ ഷോൾഡർ, നമ്മുടെ പുറം, നമ്മുടെ നടുവ്, നമ്മുടെ കാലുകൾ, തലവേദന, തലകറക്കം എല്ലാം വരും. ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ വീട്ടിലോട്ട് വന്നിട്ട് നേരെ അടുക്കളയിലോട്ട് തെച്ചു മണിക്കാട്ടിട്ട് പോവാ. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ സമ്മതിച്ചു തരണ്ടായോ? ഈ ലോകത്തുള്ള അമ്മമാരെ എല്ലാ മക്കളും സമ്മതിച്ചു തരണം. നമ്മുടെ കഷ്ടപ്പാട് അറിയണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവന്മാര് പറഞ്ഞാ മനസ്സിലാക്കത്തില്ല മക്കളെ. നമ്മുടെ വീണ് തൊണ്ടയിലെ വെള്ളവും കൂടെ പറ്റും. ആകെ കൂടെ നമ്മൾ ക്ഷീണിതരാവും, നമ്മുടെ തൊണ്ടയിലെ വെള്ളവും പറ്റും. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ എന്റെ തമ്പുരാനെ, ആണുങ്ങൾക്ക് പ്രസവിക്കാനുള്ള കഴിവ് കൊടുത്തിട്ട് പെണ്ണുങ്ങളെ ജോലിക്ക് വിടണേ ഈശ്വരാ. എന്നെ പോലുള്ള അമ്മമാരുടെയും ഭയങ്കരമായ പ്രാർത്ഥനയാണ്. മാസാമാസം പീഡ്സുമായി അവര് പ്രസവിച്ച്, അവര് ജോലിക്കും പോയി, വീട്ടുപണിയും ചെയ്ത്, മക്കളെയും നോക്കി, ഭാര്യമാരെയും നോക്കി, ഭാര്യയുടെ വീട്ടുകാരെയും നോക്കി, ഭാര്യയുടെ ഭർത്താവിന്റെ വീട്ടുകാരെയും നോക്കി അവരിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണേ ഈശ്വരാ. വേറൊന്നും കൊണ്ടല്ലേ, ഈ വേദന ഒന്ന് മനസ്സിലാക്കാനോ. കുറച്ചു നാളത്തേക്കാണെ കുറച്ചു നാളത്തേക്ക് ഈ വേദനകളൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. ഭാര്യമാരുടെ വേദന പറയുമ്പോൾ പുഷ്പം പോലെ തള്ളിക്കളയുന്ന എല്ലാ ഭർത്താക്കന്മാർക്കുമായി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ടാറ്റാ.